ദേവുകുളത്ത് KDH വില്ലേജിൽ സർവേ നമ്പർ 20/1 സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. 13/2/2014 കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും സർക്കാർ ഭൂമിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ രേഖകളാണ് റിപ്പോർട്ടറിന് ലഭിച്ചത്. 2009 സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് ദേവസ്വം ബോർഡിന് ഭൂസംരക്ഷണ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ കത്ത് നൽകിയിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് ഈ സ്ഥലത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ തയ്യാറായില്ല. ഇതിനുശേഷം പല പ്രാവശ്യം രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഹാജരാക്കിയിട്ടില്ലെന്നാണ് രേഖകളിൽ പറയുന്നത്. ഈ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് 2008 കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതിയിലും രേഖകൾ ഹാജരാക്കിയിട്ടില്ല. സ്ഥലം റവന്യൂ വകുപ്പിന്റേതാണെന്നും ഇത് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും കാണിച്ച് 19/2/2014 അന്നത്തെ ജില്ലാ കളക്ടർ ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ കത്ത് നൽകിയിരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 12.9 ഹെക്ടർ സ്ഥലവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന 9.96 ഹെക്ടർ സ്ഥലവും ഇതിനു ചുറ്റുമുള്ള ഏക്കർ കണക്കിന് മലയും ദേവസ്വം ബോർഡ് കയ്യേറിയിരിക്കുകയാണ്. കയ്യേറിയ സ്ഥലം മുള്ളുവേലി കെട്ടി തിരിച്ച് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസും പ്രവർത്തിക്കുന്നു. മൂന്നാർ മേഖലയിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ RDO ഓഫീസിന് മൂക്കിന് താഴെയുള്ള ഏക്കർ കണക്കിന് ഭൂമിയാണ് ദേവസ്വം ബോർഡ് ഒരു രേഖകളുമില്ലാതെ കൈയടക്കിയിരിക്കുന്നത്. ഇതൊഴിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ദേവികുളത്തു നിന്നും ക്യാമറാൻ ബിനീഷിനോടൊപ്പം VS ഹൈദരലി, റിപ്പോർട്ടർ.